ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 8ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പഴയ വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ്. നമ്മൾ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും കൂടെ ഒരുമിച്ചിട്ടാണ് നോക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ആൻസർ ദ ക്വസ്റ്റ്യൻസ് 1 and 2 ഈച്ച് ക്യാരീസ് 1 സ്കോർ. എന്താണ്? 1-2 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓരോന്നിനും ഒരു സ്കോർ വീതമാണ്. ഒന്നാമത്തേത്, ദ സ്റ്റേറ്റ് ഇൻ വിച്ച് ദ നിയോളിത്തിക് സൈറ്റ് എടക്കൽ ഈസ് ലൊക്കേറ്റഡ്. നവീന ശിലായുഗ കേന്ദ്രമായ എടക്കൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്, മധ്യപ്രദേശ്, കേരള, ഉത്തർപ്രദേശ്. ഏതാണ് കൂട്ടുകാരെ? തമിഴ്നാട്, മധ്യപ്രദേശ്, കേരളം, ഉത്തർപ്രദേശ്. എവിടെയാണ്? കേരളത്തിലാണ് എടക്കൽ ഉള്ളത്. ഓക്കെ, എടക്കൽ എന്ന് പറയുന്നത് വയനാട് ജില്ലയിലാണ്, കേരളത്തിലാണ് ഉള്ളത്. രണ്ടാമത്തെ ചോദ്യം, പിരമിഡ്സ് ആർ ടോംസ് where the mummies were preserved. Identify the civilization to which the pyramids are related. എന്താണ്? മമ്മികൾ സൂക്ഷിച്ചിരിക്കുന്ന ശവകുടീരങ്ങളാണ് പിരമിഡുകൾ എന്ന് പറയുന്നത്. ഇവ ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്? ഹരപ്പൻ സംസ്കാരം, മെസപ്പൊട്ടോമിയൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം. അഥവാ ഹാരപ്പൻ സിവിലൈസേഷൻ, മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, ചൈനീസ് സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഈജിപ്ഷ്യൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഈജിപ്ഷ്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് പിരമിഡുകൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ഫ്രം 3 to 6 ഈച്ച് ക്യാരീസ് 2 സ്കോർ. അഥവാ 3 മുതൽ 6 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക. ഓരോന്നിനും 2 സ്കോർ വീതമാണ്. മൂന്നാമത്തേത്, എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ടു ദ ഡിക്ലൈൻ ഓഫ് ബുദ്ധിസം. ബുദ്ധമതത്തിൻ്റെ തകർച്ചയ്ക്ക് ഇടയാക്കിയ ഘടകങ്ങൾ വിശദമാക്കുക. എന്തൊക്കെയായിരുന്നു? ബുദ്ധിസ്റ്റ് ടീച്ചിങ് ആൻഡ് ഐഡിയോളജീസ് ഫെയിൽ ടു റിസീവ് മച്ച് സപ്പോർട്ട് ഫ്രം ദ ലേറ്റർ റൂളേഴ്സ്. ബുദ്ധിസം ലോസ് ഇറ്റ്സ് ഗ്രാൻഡർ when it was split into 2 sects, the Mahayana and the Hinayana. The reveal of the Vedic religion adversely affected the process of Buddhism. അഥവാ ആരംഭത്തിൽ കിട്ടിയതുപോലെ രാജാക്കന്മാരുടെ പിന്തുണ പിൽക്കാലത്ത് കിട്ടാത്തത്. ബുദ്ധമതം മഹായാനം എന്നും ഈനയാനം എന്നും 2ആയി വിഭജിക്കപ്പെട്ടത്. ദൈവിക മതത്തിൻ്റെ പുനരുദ്ധാരണം. ഇതൊക്കെയായിരുന്നു പ്രധാനമായിട്ടുള്ള ബുദ്ധമതത്തിൻ്റെ തകർച്ചയ്ക്ക് ഇടയാക്കിയ കാരണങ്ങൾ എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ ദ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് റെപ്രസെൻറ്റഡ് ബൈ ദ ഗിവൺ കൺവെൻഷണൽ സിംബൽസ് ഇൻ മാപ്സ്. ചുവടെ നൽകിയിരിക്കുന്ന അംഗീകൃത ചിഹ്നങ്ങൾ ഭൂപടങ്ങളിൽ ഏതെല്ലാം സവിശേഷതയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? ഏതൊക്കെയാണ് കൂട്ടുകാരെ? ഒന്നാമത്തേത് എന്ന് പറയുന്നത് ബ്രിഡ്ജാണ്, അഥവാ പാലമാണ്. ഓക്കെ, പാലമാണ്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഗ്രേവ്യാർഡാണ്, അഥവാ ശവപ്പറമ്പാണ്. ശവപ്പറമ്പിനെയാണ് നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മുടെ മാപ്പിൽ സിംബലൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അഞ്ചാമത്തേതാണ്, മെൻഷൻ ദ പ്രിക്വേഷൻസ് ടു ബി ടേക്കൻ ടു പ്രിവെൻറ്റ് ഫ്ലഡ് ഫ്രം ബിക്കമിങ് എ ഡിസാസ്റ്റർ. എന്താണ്? വെള്ളപ്പൊക്കം ദുരന്തമായി മാറാതിരിക്കാൻ സ്വീകരിക്കേണ്ട മുൻകരുതൽ, പ്രിക്വേഷൻസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ക്രിയേറ്റ് എൻവയോൺമെൻറ്റൽ അവെയർനെസ് ഇൻ പീപ്പിൾ. മസ്റ്റ് ഗിവ് സയൻറ്റിഫിക് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ഫ്രം ചൈൽഡ്ഹുഡ് ഇറ്റ് സെൽഫ്. ഈച്ച് വൺ ഓഫ് us is bound to obey the existing rules. The side walls around the house will be built by bio-fencing with bush plants instead of those with bricks and cement. The people of Kerala must be provided with the awareness and skill to go on the development activities without causing much harm to the natural environment. By nurturing such a culture, we can check natural calamities from becoming severe disaster. അഥവാ വെള്ളപ്പൊക്കം ദുരന്തമുണ്ടാകുമ്പോൾ സ്വീകരിക്കേണ്ടത് പാടങ്ങൾ, കുളങ്ങൾ എന്നിവ നികത്താതിരിക്കുക, കുന്നിടിക്കൽ, പാറ പൊട്ടിക്കൽ, നദികളിലെ മണലൂറ്റ് എന്നിവ തടയുക, പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താതിരിക്കുക, നദീതീരങ്ങൾ കയ്യേറിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയുക. കൂടാതെ നമ്മുടെ വീടിന് ചുറ്റും മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, സിമെൻറ്റ്, ബ്രിക്സ് എന്നിവയുള്ള അലങ്കാര പണികളൊക്കെ മാറ്റിയിട്ട് നല്ല രീതിയിൽ ഫെൻസ് ആയിട്ടുള്ള ബുഷും കാര്യങ്ങളും ബയോ ഫെൻസിങ് ഒക്കെ നടത്തുക. അതുപോലെ തന്നെ കുട്ടികളെ ചെറിയ കാലഘട്ടത്തിൽ തന്നെ, അഥവാ അവരുടെ ചെറുപ്പത്തിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള അവയർനെസ്സും കാര്യങ്ങളും പ്രിക്വേഷൻസ് എങ്ങനെയൊക്കെയാണ് എടുക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കി കൊടുക്കുക. 6th ആക്ടിവിറ്റി, വാട്ട് ആർ ദ യൂസസ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്സ്. സാമൂഹ്യ സംഘങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാമാണ്? പ്രൊമോട്ട് കമ്പാനിയൻഷിപ്പ്, ട്രെയിൻ ബിഹേവിയർ പാറ്റേൺ, പ്രൊമോട്ട് കോ എക്സിസ്റ്റൻസ്, പ്രൊമോട്ട് സോഷ്യൽ വാല്യൂസ് ആൻഡ് എൻഷുർ കോർപ്പറേഷൻ. അഥവാ കൂട്ടായ്മ വളർത്തുന്നു, പെരുമാറ്റശീലങ്ങൾ ശീലിപ്പിക്കുന്നു,
സഹവർത്തിത്വം വളർത്തുന്നു, പരസ്പര സഹകരണം ഉറപ്പുവരുത്തുന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള പ്രയോജനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, സാമൂഹ്യ സംഘങ്ങൾ ഉണ്ടായി കഴിഞ്ഞെന്താണ് അവിടെ ഒരു കൂട്ടായ്മ വളരും അല്ലേ. കൂട്ടായ്മ വരുമ്പോൾ അവിടെ എന്താണ് എല്ലാവരും തമ്മിലുള്ള ഒരു സോഷ്യലൈസേഷൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോർപ്പറേഷനും സഹകരണവും അതുപോലെ തന്നെ വാല്യൂപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ എഴുതാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻസർ എനി ക്വസ്റ്റ്യൻ ഫ്രം 7 to 10 which carries 3 സ്കോർ. അതോ 7 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 3 സ്കോർ വീതമാണ്. 7ാമത്തെ ചോദ്യം, മെൻഷൻ ദ ഫങ്ഷൻസ് ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ചുമതലകൾ ഏതൊക്കെയാണ്? എന്തൊക്കെയാണ്? അപ്പോയിന്റ് ദ പ്രൈം മിനിസ്റ്റർ ആൻഡ് അതർ മിനിസ്റ്റേഴ്സ്, അപ്പോയിന്റ് ചീഫ് ജസ്റ്റിസ് ആൻഡ് ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട്, നോമിനേറ്റ് 12 മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ ആൻഡ് 2 മെമ്പേഴ്സ് ഓഫ് ലോകസഭ, act as the supreme commander of armed forces, give assent to bill passed by the parliament, declare emergency in the country if needed, ടേക്ക് ഡിസിഷൻ ഓൺ മേഴ്സി പെറ്റീഷൻസ്. ഓക്കെ, എന്തൊക്കെയാണ് പ്രധാനമായിട്ടും? പ്രധാനമന്ത്രിമാരെയും മന്ത്രിമാരെയും നിയമിക്കൽ, സുപ്രീം കോടതിയിലേക്കും ഹൈക്കോടതിയിലേക്കും ചീഫ് ജസ്റ്റിസിനെയും മറ്റു ജഡ്ജിമാരെയും നിയമിക്കൽ, സർവ്വസൈന്യാധിപനായിട്ട് പ്രവർത്തിക്കൽ, അതുപോലെ തന്നെ രാജ്യസഭയിലേക്കും ലോകസഭയിലേക്കും അംഗങ്ങൾ നാമനിർദ്ദേശം ചെയ്യുന്നത്, പാർലമെൻറ്റ് പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകൽ, ആവശ്യമായി വന്നാൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ, ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കൽ. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ചുമതലകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗുപ്ത കാലഘട്ടത്തിലെ ശാസ്ത്ര സാഹിത്യ മേഖലകളിലെ പുരോഗതി വ്യക്തമാക്കുന്ന പട്ടിക പൂർത്തിയാക്കാനാണ് ഇവിടെ രചയിതാക്കൾ കൃതികളുമാണ് തന്നിട്ടുള്ളത്. ഒന്നാമത് വിശാഖദത്തനാണ്. വിശാഖദത്തൻ്റേത് മുദ്ര രാക്ഷസമാണ്. അടുത്തത് അഭിജ്ഞാന ശാകുന്തളമാണ്. അത് എഴുതിയിട്ടുള്ളത് ആരാണ്? കാളിദാസനാണ്. അപ്പോൾ അവിടെ ഉത്തരം എ എന്ന് പറയുന്നത് കാളിദാസൻ. അടുത്തത് ആര്യഭടനാണ്. ആര്യഭടൻ്റെ കൃതി എന്ന് പറയുന്നത് ഏതാണ്? ആര്യഭടീയമാണ്. ഇനി അടുത്തത് അമരകോശം തന്നിട്ടുണ്ട്. അമരകോശം എഴുതിയിട്ടുള്ളത് അമരസിംഹനാണ്. ഓക്കെ, അമരസിംഹൻ. English medium, 8th question. Complete the given table showing the development occurred in the fields of science and literature during the Gupta period. Gupta period സയൻസിലും ലിറ്ററേച്ചറിലും ഉണ്ടായിരുന്ന ഡെവലപ്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ റൈറ്റേഴ്സ് ബുക്സ് എന്നാണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ വിശാഖദത്തയാണ്. അദ്ദേഹത്തിൻ്റെ ബുക്സിന് പറയുന്ന പേരെന്താണ്? മുദ്ര രാക്ഷസ എന്നുള്ളതാണ്. അടുത്തത് അഭിജ്ഞാന ശാകുന്തളം തന്നിട്ടുണ്ട്. റൈറ്റർ ആരാണ്? റൈറ്റർ കാളിദാസ. ദെൻ അടുത്തത് ആര്യഭട്ട തന്നിട്ടുണ്ട്. ആര്യഭടയുടെ ബുക്ക് എന്ന് പറയുന്നത് ആര്യഭടീയമാണ്. ഓക്കെ, ആര്യഭടീയം. നെക്സ്റ്റ് അമരകോശ തന്നിട്ടുണ്ട്. അമരകോശ എന്ന് പറയുന്നത് അമരസിംഹൻ്റേതാണ്. ഓക്കെ, അമരസിംഹ. അപ്പോൾ സി എന്ന് പറയുന്നത് അമരസിംഹയാണ്. ഇനി ഇതിലെ 9th ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 3 ഒബ്ജക്റ്റീവ്സ് ഓഫ് എക്കണോമിക് പ്ലാനിങ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ ഏതെങ്കിലും 3 ഒബ്ജക്റ്റീവ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണുള്ളത്? ഇക്വിറ്റി, ഗ്രോത്ത്, സെൽഫ് റിലയൻസ്, മോഡേണൈസേഷൻ. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. മലയാള മീഡിയമാണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ഏതെങ്കിലും 3 ലക്ഷ്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ 3 ലക്ഷ്യങ്ങൾ: തുല്യത, വളർച്ച, സാശ്രയത്വം, ആധുനികവൽക്കരണം. ഇങ്ങനെ 4 ലക്ഷ്യങ്ങളാണുള്ളത്. 3 എണ്ണമാണ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 10ാമത്തെ ചോദ്യം, നീതി ആയോഗിൻ്റെ ഘടന വിശദമാക്കുക. നീതി ആയോഗിൻ്റെ ഘടന എന്ന് പറയുന്നത് എന്താണ്? പ്രധാനമന്ത്രി അധ്യക്ഷനാണ്. എല്ലാ മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനൻറ്റ് ഗവർണർമാരും പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷനും സ്ഥിരം അംഗങ്ങളാണ്. 2 പാർട്ട് ടൈം അംഗങ്ങൾ ഉണ്ടായിരിക്കും. 4 അനൗദ്യോഗിക അംഗങ്ങൾ ഉണ്ടായിരിക്കും. പ്രധാനമന്ത്രി നിയമിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാരായിരിക്കും അതുപോലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിവരും ഇതിൽ ഉൾപ്പെടുന്നതാണ്. ഇതാണ് നീതി ആയോഗിൻ്റെ ഘടന എന്ന് പറയുന്നത്. 10ാമത്തെ ചോദ്യമാണ്, എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് നീതി ആയോഗ്. നീതി ആയോഗിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ദ ചെയർമാൻ ഓഫ് നീതി ആയോഗ് ഈസ് ദ പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്ററാണ് നീതി ആയോഗിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ദ ഗവർണിംഗ് കൗൺസിൽ കൺസിസ്റ്റ് ഓഫ് ഓൾ സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്റേഴ്സ്. അതുപോലെ തന്നെ ചീഫ് മിനിസ്റ്റേഴ്സ് എന്താണ്? ഇതിലെ അംഗങ്ങളാണ്. ദെൻ Lieutenant Governors of Union Territories and a Vice Chairman nominated by the Prime Minister. അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ നോമിനേറ്റ് ചെയ്യുന്ന ഒരു വൈസ് ചെയർമാൻ ഉണ്ടായിരിക്കും. ഇൻ അഡീഷൻ ടു ഫുൾ മെമ്പേഴ്സ് ദർ ആർ 2 പാർട്ട് ടൈം മെമ്പേഴ്സ് ഓഫ് 4 എക്സ് ഓഫീസോ മെമ്പേഴ്സ് ആൻഡ് എ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അതുപോലെ തന്നെ പാർട്ട് ടൈം ആയിട്ടുള്ള മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. അവർ എന്താണ്? എക്സ് ഓഫീസേഴ്സോ അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറോ ആയിരിക്കും. ദ ടെമ്പററി മെമ്പേഴ്സ് ആർ സെലക്റ്റഡ് ഫ്രം ദ ലീഡിംഗ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഈ
ടെമ്പററി മെമ്പേഴ്സിന് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒന്നുകിൽ യൂണിവേഴ്സിറ്റീസിൽ നിന്നോ അല്ലെങ്കിൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നൊക്കെ ആയിരിക്കും. ദ പ്രൈം മിനിസ്റ്റർ ഡെപ്യൂട്ട്സ് 4 ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആൻഡ് എക്സ് ഓഫീസോ മെമ്പേഴ്സ്. ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്റർ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നീതി ആയോഗിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒന്നുകിൽ സ്ട്രക്ചർ ചോദിക്കാം, അല്ലെങ്കിൽ എയിം ചോദിക്കാം. എന്തായാലും നീതി ആയോഗുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ്, ആൻസർ എനി 4 ക്വസ്റ്റ്യൻസ് ഫ്രം 11 to 15. ഈച്ച് ക്യാരീസ് 4 സ്കോർ. എന്താണ്? 11 മുതൽ 15 വരെയുള്ളതിൽ ഏതെങ്കിലും 4 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഓരോന്നിനും 4 സ്കോർ വീതമാണ്. 11ാമത്തേത്, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു വെറ്റ്ലാൻഡ്. വെറ്റ്ലാൻഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്, അതിന് ഉത്തരങ്ങൾ കണ്ടുപിടിക്കണം. ചോദ്യം, വാട്ട് ആർ വെറ്റ്ലാൻഡ്സ്? എന്താണ് വെറ്റ്ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ? വെറ്റ്ലാൻഡ്സ് ആർ നാച്ചുറൽ സിങ്സ് ഓഫ് സർഫേസ് വാട്ടർ, പാഡി ഫീൽഡ്സ് ആൻഡ് പൗണ്ട്സ്, സ്വാമി റീജിയൻ ആൻഡ് ഓൾ ലോ ലൈൻ റീജിയൻ കം അണ്ടർ ദ കാറ്റഗറി ഓഫ് ലോ ലാൻഡ്സ്. ഓക്കെ. ചോദ്യം, മെൻഷൻ ദ എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് കോസ്ഡ് ബൈ ദ റിക്രമിനേഷൻ ഓഫ് വെറ്റ്ലാൻഡ്സ്. വെറ്റ്ലാൻഡ്സിൻ്റെ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഇന്ന് നേരിടുന്നത്? ലെവലിംഗ് ഓഫ് വാട്ടർ ലെവൽ ഇൻ വെൽസ്, ഫ്ലഡ്സ് ബിക്കമിങ് കോമൺ ഇൻ റിവേഴ്സ് ഈവൻ ഇൻ സ്ലൈറ്റ് റൈൻസ്. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ്? വെൽസിലൊക്കെ വാട്ടർ ലെവൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഫ്ലഡ് ഉണ്ടാകുന്നത്, റിവേഴ്സിൽ നിന്നുള്ള ഫ്ലഡ് ഉണ്ടാകുന്നത് ഒക്കെയാണ് സ്ലൈറ്റ് റൈൻസ് ആണ് അവിടെ സംഭവിക്കുന്നത്. നെക്സ്റ്റ് വൺ, 11ാമത്തേത്, തണ്ണീർത്തടങ്ങളെ അടിസ്ഥാനമാക്കി ചുവടെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. തണ്ണീർത്തടങ്ങൾ എന്നാൽ എന്ത്? എന്താണ് കൂട്ടുകാരെ തണ്ണീർത്തടങ്ങൾ എന്ന് പറഞ്ഞാൽ? വെറ്റ്ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. വയലുകൾ, കുളങ്ങൾ, ചതുപ്പ് നിലങ്ങൾ തുടങ്ങി എല്ലാ താഴ്ന്ന പ്രദേശങ്ങളും തണ്ണീർത്തടങ്ങൾ എന്ന വിഭാഗത്തിൽ പെടുന്നു. ചോദ്യം, തണ്ണീർത്തടങ്ങൾ നികത്തുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എഴുതുക. കിണറുകളിൽ ജലനിരപ്പ് താഴുന്നു. അതുപോലെ തന്നെ ചെറിയ മഴയിൽ പോലും നദികളിൽ വെള്ളപ്പൊക്കമുണ്ടാകുന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഇനി 12, കോളത്തിന് അനുയോജ്യമായവ കോളത്തിൽ നിന്നും കണ്ടെത്തി ക്രമപ്പെടുത്തുക. യിൽ തന്നിട്ടുള്ളത് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ. ബിയിൽ തന്നിട്ടുള്ളത് ഓസോൺ പാളി, ഉൽക്കകൾ കത്തിച്ചാരമാകുന്നു, റേഡിയോ പ്രക്ഷേപണം സാധ്യമാക്കുന്നു, മേഘരൂപീകരണം. ഇത് ഏതൊക്കെ പാളിയുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് എഴുതേണ്ടത്. ഒന്ന് ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയറുമായി ബന്ധപ്പെട്ടത് മേഘരൂപീകരണമാണ്. അതുപോലെ തന്നെ സ്ട്രാറ്റോസ്ഫിയറുമായി ബന്ധപ്പെട്ടത് ഓസോൺ പാളിയാണ്. മിസോസ്ഫിയറുമായി ബന്ധപ്പെട്ടത് ഉൽക്കകൾ കത്തിച്ചാരമാകുന്നു എന്നുള്ളതാണ്. തെർമോസ്ഫിയറുമായി ബന്ധപ്പെട്ടത് റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാകുന്നു എന്നുള്ളതാണ്. ഓക്കെ. English media, match item in column A with appropriate items from column B. എയിൽ തന്നിട്ടുള്ളത് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ. ബിയിലുള്ളത് ഓസോൺ ലെയർ, ദ മെറ്റീരിയൽസ് ഗെറ്റ് ബേൺ ഔട്ട്, ഹെൽപ്സ് ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് റേഡിയോ വേവ്സ്, ക്ലൗഡ് ഫോർമേഷൻ. ഇതിൽ ട്രോപ്പോസ്ഫിയറുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ്? ക്ലൗഡ് ഫോർമേഷൻ ആണ്. അതുപോലെ സ്ട്രാറ്റോസ്ഫിയറുമായി ബന്ധപ്പെട്ടത് ഓസോൺ ലെയർ ആണ്. മിസോസ്ഫിയറുമായി ബന്ധപ്പെട്ടത് ദ മെറ്റീരിയൽസ് ഗെറ്റ് ബേൺ ഔട്ട് എന്നുള്ളതാണ്. തെർമോസ്ഫിയറുമായി ബന്ധപ്പെട്ടത് ഹെൽപ്സ് ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് റേഡിയോ വേവ്സ് എന്നുള്ളതാണ്. ഇനി ഇതിലെ 13ാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ ഇമ്പാക്റ്റ് ഓഫ് ദ ഫ്ലഡ് ദാറ്റ് ഒക്കേർഡ് ഇൻ കേരള ഡ്യൂറിങ് 2018. എന്താണ്? 2018 ഫ്ലഡിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്നാണ് എഴുതേണ്ടത്. ദ റെയിൻസ് ദാറ്റ് ലാഷഡ് കേരള ബിറ്റ്വീൻ ജൂൺ 2018 ആൻഡ് ഓഗസ്റ്റ് 2018 were much more than the normal. എന്താണ്? സാധാരണ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതലായിട്ടാണ് ജൂൺ 18 മുതൽ ഓഗസ്റ്റ് 18 വരെ കേരളത്തിൽ മഴയുണ്ടായത്. This caused a considerable flooding in 13 out of 14 districts. ഇതെന്താണ്? ഇത് 14 13 ജില്ലകളിലും ഫ്ലഡ് ഉണ്ടാവാനുള്ള കാരണമായി. The damage and destruction caused by the flood in 2018 can never be really estimated it. എന്താണ്? ഈ ശരിക്കും അന്നുണ്ടായിട്ടുള്ള ഫ്ലഡ് എന്ന് പറയുന്നത് നമുക്ക് അന്നുണ്ടായ നഷ്ടങ്ങളും നാശനഷ്ടങ്ങളും ശരിക്കും നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റാത്ത അത്രയുമാണ്. It had its a diversity effect all the sectors. എല്ലാ സെക്ടേഴ്സിലെയും ഡൈവേഴ്സിറ്റീസിന് എന്താണ്? അത് വളരെ ഇതായിട്ട് ബാധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ടുക്ക് എവേ 100 of lives. എന്താണ്? 100 കണക്കിന് ആളുകളുടെ ജീവിതം കൊണ്ടുപോയി. ദ ലാൻഡ് എൻവയോൺമെൻറ്റ് ആസ് വെൽ ആസ് ദ ലൈഫ് ഫോംസ് ഇൻക്ലൂഡിങ് മാൻ വേർ സബ്ജക്റ്റഡ് ടു ദ ഫ്ലഡ്. എന്താണ്?
പ്രകൃതിക്ക് മാത്രമല്ല സ്ഥലങ്ങൾ, ബാക്കിയുള്ള അവരുടെ ജീവന് എല്ലാം തന്നെ പ്രശ്നത്തിലായി. ദ അഗ്രികൾച്ചറൽ സെക്ടേഴ്സ് വാസ് വോൺലി എഫക്റ്റഡ് ബൈ ദ ഫ്ലഡ്. അഗ്രികൾച്ചർ സെക്ടേഴ്സാണ് ഏറ്റവും കൂടുതൽ ഇത് ബാധിച്ചിട്ടുള്ളത്. കാരണം എന്താണ്? കൃഷിയും കാര്യങ്ങളൊക്കെ നശിച്ചു പോയതുകൊണ്ട്. അപ്പോൾ കേരളത്തിൽ 2018 ഉണ്ടായ പ്രളയത്തിൻ്റെ ആഘാതങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ജലസംഭരണികളുടെ ക്രമീകരണത്തിലാണെങ്കിൽ 2018 ഓഗസ്റ്റ് മുതൽ ഓഗസ്റ്റ് 19 വരെ പെയ്ത മഴയെ തുടർന്ന് ജലസംഭരണികളിലേക്ക് ഉണ്ടായ നീരൊഴുക്ക് സംഭരണികൾക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു. ഈ ജലത്തെ ക്രമീകരിക്കാനായി 37 അണക്കെട്ടുകളും തുറക്കേണ്ടി വന്നു. ഇടുക്കി അണക്കെട്ടിൻ്റെ 5 ഷട്ടറുകളും 26 വർഷത്തിന് ശേഷം തുറക്കേണ്ടി വരികയാണ് ചെയ്തത്. ഇനി അടുത്തത് മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുമാണ് ഉണ്ടായിട്ടുള്ളത്. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ചെരിഞ്ഞാണ് കേരളത്തിൻ്റെ ഭൂഘടന എന്ന് പറയുന്നത്. ഇടുക്കി, വയനാട് ജില്ലകളിൽ പെയ്ത മഴ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും ഇടയാക്കി. ആകെ 381 ഇടത്ത് ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും ചെയ്തു. ഓക്കെ, അടുത്ത ചോദ്യം 14. ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക. സാമൂഹ്യ നിയന്ത്രണമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം സാമൂഹ്യ നിയന്ത്രണം 2 തരത്തിലാണുള്ളത്. ഒന്ന് ഔപചാരിക സാമൂഹ്യ നിയന്ത്രണം, മറ്റൊന്നെന്താണ്? അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണം. അപ്പോൾ അവിടെ എ എന്നുള്ളിടത്ത് അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണം എന്ന് വരും. ഇനി അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിൽ ഒന്ന് മതമാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, മറ്റൊന്ന് സമപ്രായക്കാരുടെ സംഘമാണ്, മറ്റൊന്നെന്താണ്? കുടുംബമാണ്. ഓക്കെ, കുടുംബമാണ്. ഇനി ഔപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിൽ പോലീസ്, കോടതി എന്നിവ ഉണ്ടായിരിക്കും. കൂടാതെ പട്ടാളം, ജയില് എന്നിവയും ഉണ്ടായിരിക്കും. അപ്പം സി എന്നുള്ളിടത്ത് പട്ടാളം എന്ന് എഴുതി കൊടുക്കുക, ഡി എന്നുള്ളിടത്ത് ജയില് എന്നും എഴുതി കൊടുക്കുക. ഇംഗ്ലീഷ് മീഡിയമാണ്. കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട്. സോഷ്യൽ കൺട്രോൾ ഏതൊക്കെ തരത്തിലാണ് കൂട്ടുകാരെ? 2 ടൈപ്സ് ഓഫ് സോഷ്യൽ കൺട്രോൾ ഏതൊക്കെയാണ്? ഫോർമൽ സോഷ്യൽ കൺട്രോളും ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളുമാണ്. അപ്പോൾ അവിടെ എ എന്നുള്ളിടത്ത് എന്താ വരേണ്ടത്? ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ എന്ന് വരണം. ഇനി ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളിൽ വരുന്നതാണ് റിലീജിയനും പിയർ ഗ്രൂപ്പും. പിന്നെ ഏതാണ്? ഫാമിലിയാണ്. അപ്പോൾ അവിടെ ബി എന്നുള്ളിടത്ത് ഫാമിലി എന്ന് വരും. ഇനി ഫോർമൽ സോഷ്യൽ കൺട്രോളിൽ വരുന്നതാണ് പോലീസ്, കോർട്ട്, പിന്നെ എന്തൊക്കെയാണ്? മിലിറ്ററി, പ്രിസൺ. ഓക്കെ, അപ്പോൾ അത് രണ്ടും അവിടെ സി, ഡി എന്നുള്ളിടത്ത് വരുന്നതാണ്. 15. വാട്ട് ഈസ് വാട്ടർ പൊല്യൂഷൻ? മെൻഷൻ ദ ഇൽ എഫക്റ്റ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. എന്താണ് വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്? അത് എങ്ങനെയൊക്കെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? ദ undesirable change in the physical, chemical and biological properties of water is termed as water pollution. വാട്ടർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ എന്താണ്? അതിന് സുഖകരമല്ലാത്ത അല്ലെങ്കിൽ അതിന് നല്ലതല്ലാത്ത സാധനങ്ങൾ ഫിസിക്കലായിട്ടോ കെമിക്കലായിട്ടോ ബയോളജിക്കലായിട്ടോ ചേരുന്നതിനെയാണ് നമ്മൾ വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. വാട്ടർ പൊല്യൂഷൻ നോട്ട് ഓൺലി എഫക്ട് ദ അവൈലബിലിറ്റി ഓഫ് ഫ്രഷ് വാട്ടർ ബട്ട് ലീഡ്സ് ടു ദ പൊല്യൂഷൻ ഓഫ് ലാൻഡ്, എയർ ആസ് വെൽ. എന്താണ് ശരിക്കും വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്? ഫ്രഷ് വാട്ടറിൻ്റെ അവൈലബിലിറ്റിയെ മാത്രമല്ല ബാധിക്കുന്നത്, അത് ബാധിക്കുന്നത് എയർ, ലാൻഡ് എന്നിവയൊക്കെ പൊല്യൂഷൻ ആക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ദ സർവൈവൽ ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ആർ പുട്ട് ടു ഡേഞ്ചർ. അതുപോലെ തന്നെ പ്ലാന്റ്സിനും എനിമൽസിനും ഒക്കെ എന്താണ്? ജീവിക്കാൻ വളരെയധികം പ്രയാസം അനുഭവപ്പെടുകയും ചെയ്യും. ഇപ്പോൾ ജലമലിനീകരണം എന്നാൽ എന്ത്? ജലമലിനീകരണത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ ഏവ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ജലത്തിൻ്റെ ഭൗതിക ഗുണങ്ങളിലും രാസഗുണങ്ങളിലും ജൈവപരമായ സവിശേഷതകളിലും വരുന്ന ഹാനികരമായ മാറ്റമാണ് ജലമലിനീകരണം എന്ന് പറയുന്നത്. ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്ന് പറയുന്നത് ശുദ്ധജല ലഭ്യതയുടെ പ്രതികൂലമായി ബാധിക്കുന്നു, മണ്ണ്, വായു എന്നിവയുടെ മലിനീകരണത്തിലേക്ക് നയിക്കുന്നു, ജീവജാലങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാക്കുന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ദൂഷ്യഫലങ്ങൾ. ഇനി 16, 17 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. 5 സ്കോർ വീതമാണ്. 16ാമത്തേത് പ്രാദേശിക വികസനത്തിൽ ത്രിതല പഞ്ചായത്തുകളുടെ പങ്ക് വിശദമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ത്രിതല പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ഇത് മൂന്നും കൂടിയതാണ് ത്രിതല പഞ്ചായത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ പ്രാദേശിക വികസന ആവശ്യങ്ങൾ വാർഡ് തല ഗ്രാമസഭകളിൽ ചർച്ച ചെയ്യുന്ന ആവശ്യങ്ങൾ ക്രോഡീകരിച്ച് പദ്ധതികളായി സമർപ്പിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് ചെയ്യുന്നത്. ഇനി ബ്ലോക്ക് പഞ്ചായത്താണെങ്കിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാ ക്രമത്തിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് സമർപ്പിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് ചെയ്യുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പരിശോധിച്ച പദ്ധതികൾക്ക് ജില്ലാതല പ്ലാനിംഗ് കമ്മിറ്റി അംഗീകാരം നൽകുന്നു. സംസ്ഥാന ആസൂത്രണ ബോർഡിന് ഇവ കൈമാറുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഈ ത്രിതല പഞ്ചായത്തിൻ്റെ പങ്ക് എന്ന് പറയുന്നത്.
അപ്പോൾ ക്വസ്റ്റ്യൻ 16 ആൻഡ് 17 ക്യാരി 5 സ്കോർസ് ഈച്ച് ആൻസർ എനി വൺ. ഓക്കെ. 16-ാമത്തേത് എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ദ 3 ടയർ സിസ്റ്റം ഓഫ് പഞ്ചായത്ത് ഇൻ ലോക്കൽ ഡെവലപ്മെൻറ്റ്. ലോക്കൽ ഡെവലപ്മെൻറ്റിൽ ഈ 3 ടയർ സിസ്റ്റം ഓഫ് പഞ്ചായത്ത് എത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, എത്രയും റോളാണ് വഹിക്കുന്നത് എന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അത് നമുക്കറിയാം. 3 ടയർ സിസ്റ്റം ഓഫ് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത്. അപ്പോൾ ഗ്രാമപഞ്ചായത്താണെങ്കിൽ ദ ലോക്കൽ ഡെവലപ്മെൻറ്റ് നീഡ്സ് ആർ ദ ഡിസ്കസ്ഡ് അറ്റ് ദ ഗ്രാമസഭാസ് at the village level. Then the demands generated are compiled and presented to the പ്ലാൻസ്. എന്താണ്? ഗ്രാമസഭകളിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളും അവരെന്താണ് അതിൻ്റെ പ്ലാനിങ് തയ്യാറാക്കുക എന്നുള്ളതാണ്. ദെൻ അതെന്ത് ചെയ്യും? ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് ചെയ്യുന്നത് ദ പ്രോജക്ട് സബ്മിറ്റഡ് ബൈ ദ ഗ്രാമപഞ്ചായത്ത് ആർ ലിസ്റ്റഡ് ആൻഡ് സബ്മിറ്റഡ് ടു ഡിസ്ട്രിക്ട് പഞ്ചായത്ത് അറ്റ് ദ ബേസിക് ഓഫ് എ പ്രിഫറൻസ്. അപ്പോൾ പ്രിഫറൻസ് അനുസരിച്ച് അത് ഡിസ്ട്രിക്ട് പഞ്ചായത്തിലേക്ക് കൊടുത്തയക്കും. ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ദ പ്രോജക്ട് സബ്മിറ്റഡ് ബൈ ദ ബ്ലോക്ക് പഞ്ചായത്ത് ഈസ് എക്സാമിൻഡ് ബൈ ദ ഡിസ്ട്രിക്ട് ലെവൽ planning committee to give approval. The project will be handed over to the state planning board. അപ്പോൾ അതെന്താ ചെയ്യും? അവരത് നമ്മുടെ പ്ലാനിങ് കമ്മിറ്റിയിൽ അതൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് അതിന് ശേഷം അത് എന്ത് ചെയ്യും? സ്റ്റേറ്റ് പ്ലാനിങ് ബോർഡിലേക്ക് സെൻഡ് ചെയ്യും, ഹാൻഡ് ഓവർ ചെയ്യും. അതാണ് ഓരോ ടയർ സിസ്റ്റത്തിൻ്റെയും റോൾ എന്ന് പറയുന്നത്. ദെൻ 17th one, explain the activities that help in surface run of harvesting. എന്താണ് സർഫേസ് വാട്ടർ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കൺസർവേഷൻ ഓഫ് വെറ്റ്ലാൻഡ്, പ്രൊട്ടക്ഷൻ ഓഫ് ഫോറസ്റ്റ്, ടെറസ് ഫാമിംഗ്, മൾജിങ്, കൺസ്ട്രക്ഷൻ ഓഫ് ചെക്ക് ഡാംസ്, കൺസ്ട്രക്ഷൻ ഓഫ് മഡ് വാൾസ് ആൻഡ് ഡിഗിൻ റെയിൻ വാട്ടർ പ്രൊക്ലമേഷൻ പിറ്റ്സ്. ഇത്രയുമാണ് നമുക്ക് റൺ വാട്ടർ അല്ലെങ്കിൽ എന്താണ് വാട്ടർ കൺസർവേഷന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, വാട്ടർ ഹാർവെസ്റ്റിങ്ങിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഉപരിതല നീരൊഴുക്കിൻ്റെ സംഭരണത്തിന് സഹായകമാകുന്ന പ്രവർത്തനങ്ങൾ എഴുതുക. തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക, വനങ്ങൾ നിലനിർത്തുക, മരങ്ങൾ നട്ടുവളർത്തുക, ബഹുനില കൃഷി, തട്ടുകൃഷി, പുതയിടൽ, തടയണകൾ നിർമ്മിക്കുക, കയ്യാലകൾ നിർമ്മിക്കുക, മഴക്കുഴികൾ നിർമ്മിക്കുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നീരൊഴുക്കിനെ സംഭരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതുവരെ എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ കൂട്ടുകാർ നന്നായിട്ട് പഠിക്കുക. ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് റെഫർ ചെയ്യുക. നല്ല മാർക്ക് തന്നെ എല്ലാവർക്കും സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.